ക്ഷീരമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യം ശക്തമാകുന്നു. കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വിലവർധനമടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് കർഷകരുടെ വാദം. നിലവിലെ പരിപാലന ചിലവ് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും ക്ഷീരകർഷകർ ഒന്നടങ്കം പറയുന്നു. ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ക്ഷീരകർഷകരുടെ ഭാഗത്തു നിന്നുയരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പാൽവില വർദ്ധിപ്പിച്ച കാലയളവിൽ 700 രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില. ഇന്ന് കാലിത്തീറ്റ വില ഇരട്ടിക്കടുത്ത് വർദ്ധിച്ചതായി കർഷകർ പറയുന്നു. കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വിലവർധനമടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്ന് കർഷകർ പറയുന്നു. ക്ഷീരകർഷക മേഖലയിൽ ഒത്തിരിയധികം പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലം ആയതോടുകൂടി പുല്ലിന് വളരെയധികം ക്ഷാമം, കാലിത്തീറ്റയ്ക്ക് അധികമായ വില കൂടുന്നു. പശുക്കളെ പരിപാലിക്കുന്നതിന് എല്ലാ തരത്തിലും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. 1 ലിറ്റർ പാല് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കിട്ടണമെങ്കിൽ 60 രൂപയോളം ചിലവുണ്ട് നമുക്ക്. പക്ഷെ അതിന് ഒരു മാക്സിമം 45 രൂപ വരെയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നിലവിലെ പരിപാലന ചിലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും 1 ലിറ്റർ പാലിന് 50 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുമ്പോട്ട് പോകുകയുള്ളൂവെന്നും കർഷകർ പറയുന്നു. കോവിഡ് കാലത്തെ അടച്ചിടലിൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ പരിപാലന ചിലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു. വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറയും. ഈ സമയം തീറ്റ പുറമേ നിന്ന് വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടി വരും. ഇത് ക്ഷീരകർഷകർക്ക് പിന്നെയും ബാധ്യത സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.